വെൽക്കം ടു ബ്ലൈൻഡ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുത്തത്. പല കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ സിലബസിലും ഫോട്ടോ റിസപ്റ്റർ എന്ന് പറയുന്ന മൊഡ്യൂൾ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. എന്താണ് ഫോട്ടോ റിസപ്റ്റേഴ്സ്? അതിന്റെ 3 ടൈപ്പ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതിന് ശേഷം ഫൈറ്റോക്രോംസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ അത്രയും ഷോർട്ട് ടൈം പീരീഡിൽ എടുത്തു തീർക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് മുഴുവനായിട്ട് കാണുക. അപ്പോൾ ആദ്യം എന്താണ് ഫോട്ടോ റിസപ്റ്റർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. ഫോട്ടോ റിസപ്റ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കേട്ടോ. ഓരോ നിങ്ങൾ നോട്ട്സ് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തേക്കുക. അപ്പോൾ ഈ ഒരു ഫോട്ടോ റിസപ്റ്റർ എന്ന് പറയുമ്പോൾ പ്ലാന്റിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും എൻവയോൺമെന്റൽ അഡാപ്റ്റേഷനും വേണ്ടിയിട്ട് പ്ലാന്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രോട്ടീൻസിന്റെ എബിലിറ്റി എന്ന് വെച്ചാൽ അവയ്ക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നിന്ന് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ലൈറ്റ് അബ്സോർബ് ചെയ്താലാണ് ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഏത് മുതൽ ഏത് വരെയുള്ള ലൈറ്റ് ആണ്? UVB ടൈപ്പ് മുതൽ ഫാർ റെഡ് വരെയുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫോട്ടോ റിസപ്റ്റേഴ്സ് തന്നെ മെയിൻലി 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് ഫൈറ്റോക്രോംസ് ആണ്. ഫൈറ്റോക്രോംസ് അബ്സോർബ് ചെയ്യുന്നത് റെഡ് മുതൽ ഫാർ റെഡ് ലൈറ്റ് ആണ്. മെയിൻലി ജെർമിനേഷൻ കൺട്രോൾ ചെയ്യാനും ഡീഇറ്റിയോലേഷൻ, അതായത് ക്ലോറോഫിലിന്റെ കണ്ടന്റ് ഒക്കെ കുറയുന്ന ആ ഒരു അവസ്ഥയും തിൻ ആവുന്ന അവസ്ഥയൊക്കെ തടയാൻ വേണ്ടിയിട്ടും ഷെയ്ഡ് അവോയ്ഡൻസ് റെസ്പോൺസിന് വേണ്ടിയിട്ടുമാണ് മെയിൻ ആയിട്ട് ഫൈറ്റോക്രോംസ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ആണ് ക്രിപ്റ്റോക്രോം ആൻഡ് ഫോട്ടോട്രോപ്പിൻസ്. അവ അബ്സോർബ് ചെയ്യുന്നത് ബ്ലൂ മുതൽ UVA ലൈറ്റ് വരെയാണ്. ഫോട്ടോട്രോപ്പിസം ലൈറ്റിന്റെ ടുവാർഡ്സ് ആയിട്ടുള്ള ഗ്രോത്തും ഫ്ലവറിംഗ് ടൈമും സിർക്കാഡിയൻ ക്ലോക്കും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. ലാസ്റ്റ് വൺ UVR8 ആണ്. അതാണ് UVB ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ്. അതായത് ഹാർഷ് ആയിട്ടുള്ള UV റേഡിയേഷനിൽ നിന്ന് ഒരു പ്രൊട്ടക്റ്റീവ് റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് 3 ടൈപ്പ് ആയിട്ടുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ്. അതില് ഫൈറ്റോക്രോം എന്താണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഫൈറ്റോക്രോമിൽ ആദ്യം ബയോകെമിക്കൽ ആൻഡ് ഫൈറ്റോകെമിക്കൽ പ്രോപ്പർട്ടി ആണ് സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ ബയോകെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അവയുടെ സ്ട്രക്ചർ ആണ് മെയിൻലി വരുന്നത്. ഓക്കെ, ഫൈറ്റോക്രോമിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു ഫൈറ്റോക്രോമിന്റെ ഫങ്ഷണൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഫൈറ്റോക്രോമിന്റെ ഫോമിനെയാണ് ഹോളോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഫൈറ്റോക്രോമിനെ ഹോളോ പ്രോട്ടീൻ എന്ന് പറയുന്നു. ഇത് ആക്ച്വലി ഒരു ഹോമോഡൈമർ ആണ്. 2 മോണോമേഴ്സ് കൂടി ചേർന്നിട്ട്, സോല്യൂബിൾ ആയിട്ടുള്ള 2 മോണോമേഴ്സ് കൂടി ചേർന്നിട്ടാണ് ഫൈറ്റോക്രോം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആദ്യം സൈറ്റോസോളിൽ ഫോം ചെയ്യുന്നത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫോമിലായിരിക്കും. നമ്മൾ ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അവ ഫുള്ളി ആക്ടിവേറ്റഡ് ആകും. അന്നേരം ന്യൂക്ലിയസിലോട്ട് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യും. അങ്ങനെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫുള്ളി ഫങ്ഷണൽ ഫോം ആണ് ആക്ച്വലി ഹോളോ പ്രോട്ടീൻ. അത് മറക്കരുത്. ഈ ഒരു ഹോമോഡൈമർ ആണെന്ന് പറഞ്ഞു. ആ ഡൈമറിന്റെ കോമ്പോസിഷൻ പഠിക്കാം. ഈ ഒരു ഡൈമർ എന്ന് പറയുമ്പോൾ അവയുടെ ടോട്ടൽ ആയിട്ടുള്ള മോളിക്യുലാർ മാസ് വരുന്നത് 250 കിലോ ഡാൾട്ടൺ ആണ്. ഓക്കെ, ഹയർ പ്ലാന്റ്സിൽ. ഓരോ മോണോമറും 125 കിലോ ഡാൾട്ടൺ. ഓക്കെ, 2 മോണോമർ ഈക്വൽ സൈസ് ആണ്, ഈക്വൽ സ്ട്രക്ചർ ആണ്. മോണോമർ ആണ്, 2 മോണോമർ ആണ്, ഹോമോഡൈമർ ആണ്. 2 മോണോമറിന്റെയും സൈസും വെയിറ്റും ഷേപ്പും സ്ട്രക്ചറും കോമ്പോസിഷനും ഒക്കെ സെയിം ആയിരിക്കും. ഇനി ഓരോ മോണോമറിന്റെയും സ്ട്രക്ചർ, ഈച്ച് കമ്പോണന്റിന്റെയും സ്ട്രക്ചർ നോക്കാം. ആ ഓരോ മോണോമറിലും 2 പാർട്ട് ഉണ്ടായിരിക്കും കേട്ടോ. അതൊന്നാണ് അപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ പോർഷൻ ആണ്. ഓക്കെ, ആ ഒരു മോണോമറിലുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻ ആയിട്ടുള്ള പ്രോട്ടീൻ പോർഷൻ ആണ്. ഓരോ പ്രോട്ടീൻ പോർഷനും ഒരു ന്യൂക്ലിയർ ജീൻസ് വഴി കോഡഡ് ചെയ്തിട്ടുണ്ടാവും. കോഡഡ് ഫോർ ബൈ, അതായത് ഈ ഒരു അപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് കോഡ് ചെയ്യുന്നത് ന്യൂക്ലിയർ ജീൻസ് ആണ്. ഈ ഒരു അപ്പോ പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്നത്. അറാബ്ഡോപ്സിസിൽ കാണുന്ന ഒരു അപ്പോ പ്രോട്ടീൻ എക്സാമ്പിൾ ആണ് ഫൈറ്റോക്രോം A, ഫൈറ്റോക്രോം E കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അപ്പോ പ്രോട്ടീനിൽ കാണുന്ന അറാബ്ഡോപ്സിസിൽ കാണുന്ന ഒരു അപ്പോ പ്രോട്ടീൻസിന്റെ എക്സാമ്പിൾ. രണ്ടാമത്തെ പാർട്ടാണ് ക്രോമോഫോർ എന്ന് പറയുന്നത്. ഇതാണ് ആക്ച്വലി ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന പിഗ്മെന്റ്. അതിനെയാണ് നമ്മൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്
എന്ന് പറയുന്നത്. then ഈ ഒരു ക്രോമോഫോറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ പറയാം. ഈ ഒരു ക്രോമോഫോർ എന്ന് പറയുമ്പം പ്ലാസ്റ്റിഡ്സിലാണ് കേട്ടോ സിന്തസൈസ് ചെയ്യുന്നത്. അതിനുശേഷം അവ സൈറ്റോസോളിൽ പോയിട്ട് അപ്പോപ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ ക്രോമോഫോറിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഫൈറ്റോക്രോമോബിലിൻസ് ആണ്. അതിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇത്. ക്രോമോഫോറി എന്ന് പറയുമ്പം ഉണ്ടാക്കിയേക്കുന്നത് ഒരു ലീനിയർ ടെട്രാപൈറോൾ ചെയിൻ കൊണ്ടാണ്. ഓക്കെ, റിംഗ് അല്ല, ലീനിയർ ടെട്രാപൈറോൾ ചെയിൻ ആണ്. സൈനോബാക്ടീരിയയിലുള്ള ഫൈക്കോബിലിൻസുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് ഈ ഒരു ടെട്രാപൈറോൾ ചെയിനിന്റെ സ്ട്രക്ചറിന്. ദെൻ ഈ ഒരു ക്രോമോഫോർ എന്ത് ചെയ്യും, ഈ ഒരു സൈറ്റോസോളിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യണം അല്ലേ. ആ ഒരു ബൈൻഡിങ് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ട് വഴിയാണ് ബൈൻഡ് ചെയ്യുന്നത്. ആ ഒരു കോവാലന്റ് ബോണ്ട് നടക്കുന്നത് തയോ ഈതർ ബോണ്ട് ആണ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കുക, തയോ ഈതർ ബോണ്ട്. എവിടെയാണ് ഈ ഒരു തയോ ഈതർ ബോണ്ട് ഫോം ചെയ്യുന്നത്? ഈ രണ്ട് ആൾക്കാരുടെയും ഇടയിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സിസ്റ്റീൻ റെസിഡ്യൂസിന്റെ ഉള്ളിലാണ്. ഈ ഒരു സിസ്റ്റീൻ റെസിഡ്യൂയിൽ തന്നെ എൻ ടെർമിനൽ GAF ഡൊമൈൻ എൻ ടെർമിനൽ തമ്മിലാണ് ഈ ഒരു തയോ ഈതർ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ക്രോമോഫോർ ഉണ്ടാക്കുന്നത് ഹീം പാത്വേ വഴിയാണ് ക്രോമോഫോർ ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ലിങ്കേജ് നടക്കുന്നത്. ഈ ഒരു ക്രോമോഫോറിന്റെ പ്രോസസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എൻസൈം ആണ് ഹീം ഓക്സിജനേസ് ആൻഡ് ഫൈറ്റോക്രോമോബിലിൻ സിന്തേസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മെയിൻലി ഈ ഒരു ക്രോമോഫോറിന്റെ ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് ഹോളോ പ്രോട്ടീൻസ്, അതായത് ഹോളോ പ്രോട്ടീൻസ് ഉണ്ടാക്കണമെങ്കിൽ ക്രോമോഫോർ അപ്പോ പ്രോട്ടീനുമായിട്ട് ചേരണം. എന്നാൽ മാത്രമേ ഫങ്ഷണൽ ആയിട്ടുള്ള ഫൈറ്റോക്രോം ഉണ്ടാകുള്ളൂ. ആ ഫങ്ഷണൽ ആയിട്ടുള്ള ഫൈറ്റോക്രോം ആണ് ഹോളോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഫൈറ്റോക്രോമിന്റെ ഒരു ബയോകെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഫൈറ്റോക്രോമിന്റെ രണ്ട് ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഐസോഫോംസ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തത് ടൈപ്പ് 1 ആണ് ഫൈറ്റോക്രോം A എന്ന് പറയുന്നത്. അപ്പൊ ഫൈറ്റോക്രോം A എന്ന് പറയുമ്പം ലൈറ്റ് ലബൈലാണ്, അതായത് ലൈറ്റിന് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈലി അബണ്ടന്റ് ഇൻ ഡാർക്ക് ഗ്രൗൺ സീഡ്ലിംഗ്, അതായത് ഈറ്റോലേറ്റഡ് ആയിട്ടുള്ള, അതായത് ക്ലോറോഫിലിന്റെ കണ്ടന്റ് ഒക്കെ കുറഞ്ഞ അത്തരം സീഡ്ലിങ്സിലൊക്കെ ആണെങ്കിൽ, ഡാർക്ക് ഗ്രൗൺ സീഡ്ലിങ്സിലൊക്കെ ആണെങ്കിൽ ഹൈലി കാണുന്നത് ഈ ഒരു ടൈപ്പ് 1 ആയിരിക്കും. ഓക്കെ, then and mediates response to very low light levels and far red light. ഈ ഒരു ടൈപ്പ് 1 ഫൈറ്റോക്രോംസ് എന്ന് പറയുന്നത് ലോ ലൈറ്റിലും ഫാർ റെഡ് ലൈറ്റിലും ഒക്കെയാണ് റെസ്പോൺസ് ചെയ്യുന്നത്. ദെൻ ലൈറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ടൈപ്പ് 2. അതിൽ വരുന്നതാണ് ഫൈറ്റോക്രോം B, C, D and E. ഓക്കെ, അങ്ങനെ 5 ഫൈറ്റോക്രോം ആണ് ഉള്ളത്, ABCDE. അതിൽ A എന്ന് പറയുന്ന ടൈപ്പ് 1 ആണ്, ലൈറ്റ് ലയബിൾ. ദെൻ ടൈപ്പ് 2 എന്ന് പറയുന്നത് BCDE ആണ്. അപ്പൊ ലൈറ്റ് സ്റ്റേബിൾ ആണ്. ലൈറ്റിൽ ലൈറ്റിൽ വളരുന്ന പ്ലാന്റ്സിനാണ് മെയിൻലി കാണുന്നത്. ഇവ മീഡിയേറ്റ് റെഡ് ലൈറ്റിലാണ് ഈ ഒരു ടൈപ്പ് 2 റെസ്പോൺസ് ചെയ്യുന്നത്. ഓക്കെ, ഡാർക്കിലാണെങ്കിലാണ് ടൈപ്പ് 1, ബ്രൈറ്റ് ലൈറ്റിൽ ടൈപ്പ് 2 ആണ്. അപ്പൊ ഇത്രയാണ് അവയുടെ ബയോകെമിക്കൽ പ്രോപ്പർട്ടി. ദെൻ ഫോട്ടോ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് ഫോട്ടോ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ലൈറ്റ് ചിലപ്പം ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഒക്കെ മാറാല്ലേ, ലൈറ്റിന്റെ വേവ് ലെങ്ത് മാറുന്നതിനനുസരിച്ചിട്ട് ഒരു ഫൈറ്റോക്രോം രണ്ടാമത്തെ ഫൈറ്റോക്രോമിലേക്ക് എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യാണ്. അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന, ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഫൈറ്റോക്രോംസിന്റെ എബിലിറ്റി ആണ് ഫോട്ടോ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫോട്ടോ റിവേഴ്സിബിലിറ്റിയിൽ രണ്ട് കൺവേർട്ടിബിൾ ഫോംസ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേതാണ് PR ഫൈറ്റോക്രോം റെഡ്, ദെൻ രണ്ടാമത്തേതാണ് ഫൈറ്റോക്രോം ഫാർ റെഡ്. ഓക്കെ, ദെൻ ഈ ഒരു ഫൈറ്റോക്രോം റെഡ് എന്ന് പറയുമ്പം കളറ് ബ്ലൂ ആണ് അബ്സോർബ് ചെയ്യുക. ബ്ലൂ ലൈറ്റിലാണെങ്കിൽ, ലോ ലൈറ്റിലാണെങ്കിൽ ബ്ലൂ കളറുള്ള PR ആയിരിക്കും ആ ഒരു ടൈം ആക്ടിവേറ്റ് ചെയ്യുക. ദെൻ PR ആക്ടിവേറ്റ് ചെയ്തിട്ട് PRന്റെ കളർ ബ്ലൂ ആണ്. സോ അവ അബ്സോർബ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി 660 മുതൽ 667 നാനോമീറ്റർ റെഡ് ലൈറ്റ് ആയിരിക്കും ഈ ഒരു PR അബ്സോർബ് ചെയ്യുന്നത്, ഫൈറ്റോക്രോം റെഡ് ലൈറ്റ്. ദെൻ അവയുടെ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ PR ഫോം ചെയ്യുന്ന സ്റ്റേജിൽ അവ ഇനാക്റ്റീവ് ആണ്. ഓക്കെ, ഒരു റെസ്റ്റിംഗ് സ്റ്റേജിലായിരിക്കും ആ ഒരു പ്ലാന്റ് ഉണ്ടായിരിക്കുക. അവ എന്താ സൈറ്റോസോളിലായിരിക്കും. ഡാർക്കിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു PR ആണ് അന്നേരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈറ്റോക്രോം റെഡ്
റെഡ് ആയിരിക്കും. ദെൻ അവ ബ്രൈറ്റ് ലൈറ്റ് ആണെന്ന് വിചാരിക്കുക, ഫാർ റെഡ് ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് ഈ ഒരു പി ആർ എന്തായിട്ട് മാറുകയാണ്, പി എഫ് ആർ ആയിട്ട് മാറുകയാണ്. ഓക്കെ, പി എഫ് ആർ ആയിട്ട് മാറും. ഈ ഒരു പി എഫ് ആർ എന്ന് പറയുന്നത് ഫൈറ്റോക്രോം ഫാർ റെഡ് ആണ്. അവയുടെ കളർ ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ഒലീവ് ഗ്രീൻ കളറാണ്. പക്ഷെ അവ അബ്സോർബ് ചെയ്യുന്നത് ഫാർ റെഡ് ലൈറ്റ് ആണ്, അപ്രോക്സിമേറ്റ്ലി 730 നാനോമീറ്റർ ഉള്ള ലൈറ്റ്. ഓക്കെ, അവയാണ് ഈ ഒരു ടൈമാണ് ബയോളജിക്കലി ആക്റ്റീവ് ആകുന്നത്, റെസ്പോൺസിന് ഇനീഷ്യേഷൻ നടക്കുന്നത്, ഗ്രോത്ത് ഒക്കെ നടക്കുന്നത് ഈ ഒരു പി എഫ് ആർ ഫോം ചെയ്യുമ്പോഴാണ്. ദെൻ ഇവ എന്ത് ചെയ്യും, ഈ ഒരു പി എഫ് ആർ ഫൈറ്റോക്രോം ഫാർ റെഡ് ലൈറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവ നേരെ ന്യൂക്ലിയസിലോട്ട് പോകും. ലൈറ്റ് എക്സ്പോസ് ചെയ്യുമ്പോൾ, ലൈറ്റ് നല്ല ലൈറ്റ് ആകുമ്പോൾ ന്യൂക്ലിയസിലോട്ട് പോകും. ദെൻ ന്യൂക്ലിയസിലോട്ട് പോയിട്ട് റെസ്പോൺസ് ചെയ്യും അല്ലെ. അതായത് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ ദെൻ ലൈറ്റ് കുറഞ്ഞു എന്ന് വിചാരിക്കുക, അതായത് ഡാർക്ക് ആയി എന്ന് വിചാരിക്കുമ്പോൾ, ഡാർക്ക് ആകുമ്പോൾ ഇവ നേരെ പി എഫ് ആർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, പി ആർ ആയിട്ട് റിവേർഷൻ നടക്കും. ഓക്കെ, ഡാർക്ക് ലൈറ്റിൽ പി ആർ ആണ്, ബ്രൈറ്റ് ലൈറ്റ് ആകുമ്പോൾ അത് പി എഫ് ആർ ആയിട്ട് മാറും, അവ ആക്റ്റീവ് ആകുന്നു. ദെൻ റെസ്പോൺസ് കഴിഞ്ഞു ഡാർക്കിലോട്ട് വരുമ്പോൾ പിന്നെയും പി എഫ് ആർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പി ആർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ഒരു ഫൈറ്റോ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങളുടെ ഓരോ സിലബസിലും ഫൈറ്റോക്രോം ലോക്കലൈസേഷൻ, സെറ്റ് എക്സാമിന്റെ സിലബസിൽ തന്നെ വരുന്നൊരു ടേം ആണ് ഫൈറ്റോക്രോം ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ടേം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെയാണ്. എവിടെയാണ്, എങ്ങനെയാണ് ഫൈറ്റോക്രോമിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ എവിടെയാണ് ലോക്കലൈസ് ചെയ്യുന്നത് എന്നാണ് ഫൈറ്റോക്രോം ലോക്കലൈസേഷൻ ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് സെല്ലുലാർ ഡൈനാമിക്സ് ആണ്, അതായത് ഈ ഒരു ഫൈറ്റോക്രോമിന്റെ ഒരു ലോക്കലൈസേഷൻ ലൈറ്റിന്റെ സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഫൈറ്റോക്രോം റെഡ് ലൈറ്റിലാണെങ്കിൽ, പി ആർ ആണെങ്കിൽ ഡാർക്ക് ലൈറ്റിൽ, അതായത് ഡാർക്ക് കണ്ടീഷനിൽ, ലൈറ്റ് ഇല്ലാത്ത കണ്ടീഷനിൽ ഇനാക്റ്റീവ് ആയിരിക്കും ഫൈറ്റോക്രോം എന്ന് പറയുന്നത്. ആ ഒരു കേസിൽ അവ കാണുന്നത് സൈറ്റോസോളിലാണ്. പക്ഷേ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അവ ആക്റ്റീവ് ആകുമല്ലോ. ആ ആക്റ്റീവ് ആകുന്നത് ഫാർ റെഡ് ലൈറ്റിലായിരിക്കും ആക്റ്റീവ് ആകുന്നത്. അതിനാണ് ഫൈറ്റോക്രോം പി എഫ് ആർ എന്ന് പറയുന്നത്. അവ പെട്ടെന്ന് തന്നെ ന്യൂക്ലിയസിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ജീൻസിന് സിഗ്നൽ കൊടുക്കും. ന്യൂക്ലിയസിൽ വെച്ച് അവ പ്ലാൻ ബോഡീസ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഫോം ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ പി എഫ് ആർ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നു, അപ്പൊ അവിടെ ലോക്കലൈസേഷൻ മാറുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേതാണെങ്കിൽ അവിടെ ടിഷ്യൂയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓരോ പാർട്ടിലും എങ്ങനെയാണ്, മെയിൻ ആയിട്ട് അവയുടെ ഹൈ കോൺസെൻട്രേഷൻ ഉള്ളത് ഗ്രോത്ത് നടക്കുന്ന ഏരിയാസ്, മെരിസ്റ്റമാറ്റിക് റീജിയൻസ് ആയിട്ടുള്ള ഷൂട്ടിന്റെയും റൂട്ടിന്റെയും ടിപ്പിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഫൈറ്റോക്രോം അബണ്ടന്റ് ആയിട്ട് കാണുന്നത്. ദെൻ സീഡ്ലിങ്സ് ആയിട്ടുള്ള ഡാർക്ക് ഗ്രോൺ ആയിട്ടുള്ള സീഡ്ലിങ്സിൽ ഫൈറ്റോക്രോംസ് കാണുന്നത് മെയിൻ ആയിട്ട് ഫൈറ്റോക്രോം എ ആണ്. ഓക്കെ, ദെൻ മെച്ചോ പ്ലാന്റിലാണെങ്കിൽ ലീവ്സിലും സ്റ്റെമ്മിലും റൂട്ടിലും സീഡ്സിൽ ആൻഡ് ഫ്രൂട്ടിലും ഈ ഒരു ഫൈറ്റോക്രോംസ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ ദ നെക്സ്റ്റ് സിലബസ് ബേസ്ഡ് ആയിട്ട് പറയാനുള്ളത് ഫൈറ്റോക്രോംസ് എങ്ങനെയാണ് ഹോൾ പ്ലാൻ റെസ്പോൺസിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഫോട്ടോമോർഫോജെനിസിസ്, ലൈറ്റ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്സ് എങ്ങനെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതാണ് സീഡ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. അതായത് സീഡ് ജെർമിനേഷൻ ഒരു ഡോർമെന്റ് ആയിട്ടുള്ള സീഡ്സിൽ ഫൈറ്റോക്രോം മെയിൻലി പി ആർ എന്നുള്ള ഇനാക്റ്റീവ് ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, പി ആർ എന്നുള്ള ഇനാക്റ്റീവ് ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ലൈറ്റ് എക്സ്പോസ് ചെയ്യുമ്പോൾ പി ആർ എന്തായിട്ട് മാറും, പി എഫ് ആർ ആയിട്ട് സ്വിച്ച് ചെയ്യും. അതാണ് പി ആർ ആണ് പി എഫ് ആർ ആയിട്ട് മാറുന്നത്. സോ ഇവിടെ സീഡ് ജെർമിനേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് റെഡ് ലൈറ്റ് ആണ്. ദെൻ പി എഫ് ആർ ആയിട്ട് മാറി. പിന്നെയും അതായത് ഫാർ റെഡ് ലൈറ്റ് നല്ല രീതിയിൽ വരുമ്പോൾ പി എഫ് ആർ എന്ന് പറയുന്നത് ഫാർ റെഡ് ലൈറ്റിന്റെ എക്സ്പോഷർ ആകുമ്പോൾ നേരിട്ട് തിരിച്ചിട്ട് പി ആർ ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അപ്പം സീഡ് ജെർമിനേഷൻ എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. അല്ലെങ്കിൽ നല്ല ഡാർക്ക് ആകുമ്പോഴും പി എഫ് ആർ സ്ലോലി പി ആർ ആയിട്ട് മാറും, അപ്പോഴും സീഡ് ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രീനിങ്, ക്ലോറോഫിലിന്റെ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഡീഇറ്റിയോലേഷനും ഫൈറ്റോക്രോം റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. ദെൻ ഷെയ്ഡ് അവോയ്ഡൻസ്, ഓക്കെ, കനോപ്പി ഷെയ്ഡ്സ് ഒക്കെ, അതായത് കനോപ്പി ഷെയ്ഡഡ് ആവുന്നുണ്ട് എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ റെഡ് ഫാർ റെഡ് റേഷ്യോ എന്താ നമ്മൾ റെസ്പോൺസ് ബേസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ദെൻ ഫോട്ടോ പീരിയോഡിസം, അതായത് ഡേ ലൈറ്റിന്റെയും അല്ലെങ്കിൽ നൈറ്റിന്റെയും ലെങ്ത് ബേസ് ചെയ്തിട്ട് പി എഫ് ആറിന്റെയും പി ആറിന്റെയും റേഷ്യോ ബേസ് ചെയ്തിട്ടും ഫോട്ടോ പീരിയോഡിസം അല്ലെങ്കിൽ ഫ്ലവറിങ് പറയാറുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം. ദെൻ സർക്കാഡിയൽ ക്ലോക്ക് ആണ്, അതായത് ഇന്റേണൽ ആയിട്ടുള്ള ബയോളജിക്കൽ ഫങ്ഷൻസ് സിൻക്രോണൈസ് ചെയ്യാനും ഫൈറ്റോക്രോംസ് റെസ്പോൺസിബിൾ ആണ്.
Then last അവയുടെ ഫൈറ്റോക്രോം ഇക്കോളജിക്കൽ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തത് ഈ ഒരു ഫൈറ്റോക്രോമിന്റെ ഇക്കോളജിക്കൽ ഫങ്ഷൻ എന്ന് പറയുമ്പം ഷെയ്ഡ് അവോയ്ഡൻസ് ആയിട്ടുള്ള കേസസിൽ SAS ആണ് ഷെയ്ഡ് അവോയ്ഡൻസ് എന്ന് അതായത് ഈ ഒരു ഷെയ്ഡഡ് കനോപ്പീസ് ആയിട്ടുള്ള ഫ്ലവേഴ്സിലെ ഷെയ്ഡഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമ്മളെ ലൈറ്റിൽ കൂടുതലും ഉണ്ടായിരിക്കുക റെഡ് ലൈറ്റ് ആണ്. അപ്പൊ ഷെയ്ഡ് വരുന്ന സമയത്ത് ഫാർ റെഡ് ലൈറ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. അപ്പൊ നൈബറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ത് ചെയ്യും, റെഡ് ലൈറ്റ് അബ്സോർബ് ചെയ്യും. അപ്പൊ അവർ ഓൾറെഡി റെഡ് ലൈറ്റ് അബ്സോർബ് ചെയ്തു. സോ ഈ ഒരു പ്ലാന്റിൽ ഫാർ റെഡ് ലൈറ്റ് ആണല്ലോ, ഷെയ്ഡ് വരുന്ന പ്ലാന്റിൽ ഫാർ റെഡ് ലൈറ്റ് കൂടുതലാകുമ്പോൾ ഇലോങ്ങേഷനെ ഹെൽപ്പ് ചെയ്തിട്ട് ബ്രാഞ്ചിങ് ഒക്കെ മാറി ഫ്ലവറിംഗ് ഒക്കെ കൂടിയിട്ട് അവ എന്ത് ചെയ്യും, ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കും. ഓക്കെ, സർവൈവൽ ടൈമിംഗ് എന്ന് പറയുമ്പം സീഡ് ജെർമിനേഷൻ നല്ല ലൈറ്റ് വരുമ്പോഴാണ് സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു. ദെൻ സീസണൽ സിങ്ക്, ഫോട്ടോ പീരിയോഡിസം, ഫ്ലവറിങ് അതായത് ലൈറ്റിന്റെയും ഡേ ലൈറ്റിന്റെയും ഉള്ള ബേസ് ചെയ്തിട്ടും ദെൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം പ്ലാന്റ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ഫൈറ്റോക്രോമും ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ദെൻ നിയർലി പ്ലാന്റ്സ് കോമ്പറ്റേറ്റീവ് ഗ്രോത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു എന്താ റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുക, ഒരു ഏർലി ഒരു എന്താ വാർണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫൈറ്റോക്രോംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ല അത്രയും കൺസൈസ് ആയിട്ട് പറയാനുള്ളത്. സോ ഈ ഓരോ പോർഷൻസിൽ ഏതെങ്കിലും ഈ ഒരു PFRന്റെയും PRന്റെയും ആക്ടിവിറ്റി ഓരോ ഫംഗ്ഷനിലും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അത് പഠിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം.